തെറ്റില്ലാതെ എഴുതാൻ പഠിച്ചിട്ട് വാ. നീ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിവിടെ വിഷയമല്ല. ആദ്യം മലയാള ഭാഷയെ തുണി പൊക്കി കാണിക്കാതെ പോയി പഠിച്ചിട്ട് വാ. ചെല്ല്. എല്ലാവരും ലൈവിൽ നിൽക്കുന്നവരൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ? അവൾ എഴുതിയ ഭാഷ ഒന്ന് വായിച്ചു നോക്കിയേ. റിഫായ് കുംബ്ല, പൊടി പിളിയാടി അല്ലേ? പിളിയാടി മോളെ. നോക്കളാം. പാപ്പ വിളിക്കുന്നതാണോ മോളെ അതോ ഉമ്മ വിളിക്കുന്നതാണോ? കൊള്ളാലോ. മദ്രസയിൽ പഠിപ്പിച്ചതാണോടി അതോ ഉമ്മായും പപ്പായും മാറി മാറി വിളിക്കുന്നതാണോ? ആദ്യം മലയാള ഭാഷ അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിപ്പിച്ചല്ലേ. അലവലാദികൾ ഓരോന്ന് കേറി വരും. എന്ത് കാര്യമുണ്ടെന്ന് നോക്കി. ഇതിൻ്റെയൊക്കെ ലജ്ജ തോന്നുക. അപ്പോ നരേന്ദ്രമോദിയും അമിത്ഷായും അജിത് ഡോവലും കൂടി ഈ രാജ്യത്തെ തീവ്രവാദികളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ അതോടൊപ്പം നിൽക്കും. കാരണം രാജ്യത്ത് നിന്ന് ഭീകരവാദം പോകണമെന്ന് നമ്മുടെയും ആഗ്രഹമാണ്. കാശ്മീരിൽ ഉണ്ടായ ഭീകരാക്രമണം സുരക്ഷാ വീഴ്ചയാണ് എന്ന് പറഞ്ഞു മുന്നോട്ട് വന്ന ആളുകളെ മറക്കരുത് നമ്മൾ. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ സംബന്ധിച്ച് വാഴ്ത്തുപാട്ടുകൾ എഴുതി നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെയും സുരക്ഷാ സംവിധാനത്തെയും കളിയാക്കുകയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയും ചെയ്ത ഭീകരന്മാർ ഇവിടെയുണ്ട്. ആ ഭീകരാക്രമണം നരേന്ദ്രമോദി ആസൂത്രണം ചെയ്തതാണ് എന്നുവരെ ഇന്തോനേഷ്യയിൽ ഇരുന്ന് പറഞ്ഞ മലയാളി മൊട്ടപ്രാന്തനെ മറന്നിട്ടില്ലല്ലോ നമ്മളാരും. ഒരൽപ്പം കൂടി കടന്ന് ഇതിന് സംഖ്യ ആസൂത്രണം ഇവരാരോപിക്കാത്തത് ഭാഗ്യം. കാരണം എന്തെന്നറിയാമോ? കൊല്ലപ്പെട്ടത് മൊത്തം ലിംഗാഗ്രചർമ്മം ഛേദിക്കാത്തവരായതുകൊണ്ട് കുഴപ്പമില്ല. സുനയില്ലാത്ത ആരെങ്കിലും അതിനകത്ത് കൊല്ലപ്പെട്ടതിൽ ഒന്നുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവർ സംഘികളുടെ ആസൂത്രണമാണെന്ന് പറയുമായിരുന്നു. റോബോട്ട് വാദ്ര എന്താ പറഞ്ഞത്? ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങളും അസംബന്ധങ്ങളും കേരളത്തിൽ ഇരുന്നിട്ട് ഈ രാജ്യത്തിനെതിരെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ലക്ഷ്യം മതഭീകരവാദത്തെ താലോലിക്കലാണ്. നമ്മുടെ ലക്ഷ്യം അതല്ല, തീവ്രവാദത്തെ തുറന്നു കാണിക്കലാണ്. രാജ്യത്തുണ്ടായിട്ടുള്ള എല്ലാ ആക്രമണങ്ങളും സുരക്ഷാ വീഴ്ചയാണ് എന്ന് പറയാൻ റോബർട്ട് വാദ്ര മുന്നോട്ട് വരണം. ക്ഷീരമുള്ളൂരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ പൊട്ടുന്ന ബോംബുകളുടെ കഥ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ദിവസവും നമ്മുടെ സുരക്ഷാ സേന നിർവീര്യമാക്കി കളയുന്ന ബോംബുകളെ കുറിച്ച്, അത്തരം ഓപ്പറേഷൻസിനെ കുറിച്ച്, ഇസ്ലാമിക ഭീകരരുടെ തകർക്കപ്പെടുന്ന പദ്ധതികളെ കുറിച്ച് മാധ്യമങ്ങൾ പറയുന്നില്ല. വഴങ്ങുന്ന ഗോള് മാത്രമേ ചരിത്രം രചിച്ചിട്ടുള്ളൂ. തടയുന്ന ഗോളുകൾ ചരിത്രം രചിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ തടയുന്ന ഭീകരാക്രമണങ്ങളൊന്നും റിപ്പോർട്ടുകളാക്കപ്പെടുന്നില്ല. മറിച്ച് വഴങ്ങുന്ന ഗോളുകൾ കൃത്യമായിട്ട് റിപ്പോർട്ടിലുണ്ട്. 1000 തവണ മതഭീകരവാദികളുടെ വിവിധ ഓപ്പറേഷനുകൾ തടയുമ്പോൾ, അവര് പരാജയപ്പെടുമ്പോൾ, ഒരു തവണ മാത്രം അവര് ജയിക്കുന്നത്. നമ്മുടെ സുരക്ഷാ സേനയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരുടെ കഴിവില്ലായ്മയോ മികവില്ലായ്മയോ അല്ല, മറിച്ച് അവരത്രമാത്രം വലിയ വിങ്ങാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ പല പേരുകളിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ. നമുക്ക് നമ്മുടെ സുരക്ഷാ സേന കണ്ണിമ വെട്ടാതെ കാത്തിരുന്ന് നമ്മുടെ രാജ്യത്തെ സേവിക്കുന്നത് കൊണ്ട് നമ്മൾ സുരക്ഷിതരായി മുന്നോട്ട് പോകുന്നു. എന്നിട്ടും അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. ലോക പോലീസായിട്ടുള്ള അമേരിക്കയില് ഈ ഭീകരവാദികൾ ആക്രമണം നടത്തിയില്ലേ? കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഇറാനിൽ ഭീകരാക്രമണം നടത്തിയില്ലേ? ജനനിബിഡമായിട്ടുള്ള ചെങ്കോട്ടയിൽ ആക്രമണം നടത്തിയില്ലേ? മുംബൈയിൽ നടത്തിയില്ലേ? ഫ്രാൻസിൽ നടത്തിയില്ലേ? യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇവരുടെ പിടിയിൽ അകപ്പെട്ട് അമർന്നുകൊണ്ടിരിക്കുക. അത്യാധുനിക സംവിധാനങ്ങളുള്ള അയൺ ഡോം വിന്യസിപ്പിച്ചിട്ടുള്ള ഇസ്രയേലിലെ
ഇവര് ഭീകരാക്രമണം നടത്തിയില്ലേ? അതൊക്കെ സുരക്ഷാ സേനകളുടെ കുറവുകൾ കൊണ്ടായിരുന്നോ? അവര് നന്നായിട്ട് നോക്കാത്തത് കൊണ്ടായിരുന്നോ? അവരുടെ വീഴ്ചകളായിരുന്നോ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, ലഹരി മാഫിയകളുടെ വിളയാട്ടവുമൊക്കെ ആരുടെ വീഴ്ചയാണ്? നമ്മുടെ നാട്ടിൽ കരിപ്പൂരിൽ വന്നിറങ്ങുന്ന മലദ്വാർ ഗോൾഡുകൾ ആരുടെ സുരക്ഷാ വീഴ്ചയാണെന്ന് പറയണമേ. ഉളുപ്പില്ലാത്ത കുറച്ച് ജന്മങ്ങൾ. നിലനിൽപ്പിന് വേണ്ടി അവരത് ചെയ്തു, ഇവരിത് ചെയ്തു. നമ്മുടെ പ്രധാനമന്ത്രിമാര് കൊല്ലപ്പെട്ടില്ലേ? ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് ആരുടെ പിഴവ് കൊണ്ടായിരുന്നു അത് സംഭവിച്ചത്? നരേന്ദ്രമോദി ഭരിക്കുമ്പോ മാത്രം. നരേന്ദ്രമോദി ഭരിക്കുമ്പോ മാത്രമേ ഉള്ളല്ലേ ഇവർക്ക് സുരക്ഷാ വീഴ്ചയൊക്കെ കുറിച്ച് പറയാനുള്ളത്? അപ്പോ പ്രധാനമന്ത്രിമാര് പോലും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ഗൗരവപരമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ കുറ്റപ്പെടുത്തുന്ന സമീപനമല്ല സ്വീകരിക്കേണ്ടത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ മുംബൈ ഭീകരാക്രമണം ആരുടെ ഭരണത്തിലാണ് സംഭവിച്ചത്? 14ഓളം തവണ കിട്ടിയ മുന്നറിയിപ്പുകൾ അവഗണിച്ച്, ആ മുന്നറിയിപ്പുകൾ നോക്കി ശരിയാവണ്ണം ഫോളോ അപ്പ് ചെയ്യാൻ കഴിയാതെ ഈ രാജ്യത്തെ പൊട്ടിത്തെറിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് അജ്മൽ കസബിനെ പോലെ ഒരു ഭീകരനെ ജീവനോടെ പിടികൂടിയിട്ടില്ലായിരുന്നെങ്കിൽ എന്തെല്ലാം കിംവദന്തികൾ നമുക്ക് കേൾക്കേണ്ടി വരുമായിരുന്നു. ഈ രാജ്യത്ത് വിവരവും വിവേകവുമുള്ള, ബുദ്ധിയും യുക്തിയുമുള്ള ഒരു ജനതയുണ്ട്. അവർക്ക് ശരിയും തെറ്റും, ആരോടൊപ്പം നിൽക്കണം, ആരെയാണ് അവഗണിക്കേണ്ടത്, നമ്മുടെ കൂടെ ആരാണ് ഉണ്ടാകേണ്ടത്, നമ്മുടെ രാജ്യം ആരുടെ കരങ്ങളിലാണ് സുരക്ഷിതമായിരിക്കുന്നത് എന്ന് തിരിച്ചറിയാം. പാവങ്ങളായിട്ടുള്ള തീർത്ഥാടകരെ മതം നോക്കി കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് ഇസ്ലാമിക തീവ്രവാദികൾ വെടിവെച്ച് കൊന്നപ്പോൾ അവരെയൊക്കെ വെറുതെ വിടാനോ ഒരുമിച്ച് നിന്നവരെ നേരിടണം എന്ന് ഈ രാജ്യം തീരുമാനിച്ചു. ഇവിടെ BJP ഭരിക്കുന്നത് കൊണ്ട് മാത്രം ഈ രാജ്യത്തിനകത്ത് മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കൾ തിരിയണം എന്നൊന്നും ആരും പറയുന്നില്ല. ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിങ്ങൾ തിരിയണം എന്നും പറയുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ എല്ലാ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി നിന്നിട്ട് ഹിന്ദുക്കൾക്കും നരേന്ദ്രമോദിക്കും എതിരെ തിരിയണം എന്നുള്ള ഒരു ഹിന്ദു ഫോബിക്, ഒരു മോദി ഫോബിയ ഇവിടെ പരത്തിവിടുന്നുണ്ട്. ഈ പ്ലാനിനെയാണ് നമ്മൾ എതിർക്കുന്നത്. മതം പറഞ്ഞു കുറ്റപ്പെടുത്തുമ്പോൾ ഭീകരവാദികൾക്ക് കൂടുതൽ ആളുകളെ അവരുടെ പക്ഷത്തേക്ക് എത്തിക്കാൻ സാധിക്കും. രാജ്യത്ത് ആഭ്യന്തര കലാപം സൃഷ്ടിക്കാനും അവർക്ക് കഴിയുന്നു. ചെറിയ ശതമാനമുള്ള കൃമികളാണ് ഈ പ്ലാനിനകത്ത് വീണു പോകുന്നത്. കാശ്മീരിലെ ജനങ്ങളുടെ ഐക്യം ഭീകരരെ തകർത്തു കളഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ കാശ്മീരിൽ പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ പൊക്കിയെടുത്ത 1500 പേർ ഒറ്റുകാരായിരുന്നു. ഈ ഒറ്റുകാർക്ക് ലോക്കിട്ടപ്പോൾ മനസ്സിലായി രക്ഷയില്ല, നമ്മൾ പിടിക്കപ്പെടും. ഇപ്പോ ഈ തരം ആളുകളുണ്ടല്ലോ, എന്ത് പറയുമ്പോഴും നരേന്ദ്രമോദി രാജിവെക്കണം. രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്നിട്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട് ഇതിനകത്തിരുന്ന് എല്ലാ സമയവും കുത്തിത്തിരിപ്പും രാജ്യവിരോധവും നിർമ്മിച്ചുവിട്ട് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഈ ഭീകരന്മാരെ നമ്മൾ ഒരു കയ്യകലത്തിൽ നിർത്തണം. കമ്മ്യൂണിസത്തിനും മതമില്ല, സെക്യുലറിസത്തിനും മതമില്ല, ജനാധിപത്യത്തിനും മതമില്ല, എന്നാ പിന്നെ തീവ്രവാദത്തിനും മതം വേണ്ട അല്ലെ? നമ്മളൊരു പ്രാസം ഒപ്പിച്ച് പറയുന്നതാ തീവ്രവാദത്തിന് മതമില്ല.
ഈ രാജ്യത്തുള്ള മുഴുവൻ സുഡാപ്പി ഭീകരന്മാരെയും ഹമാസ് ഒളികളെയും താലിബാനികളെയും ഒക്കെ അതാത് ഓളുന്ന സ്ഥലത്ത് കൊണ്ടുവിടുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്തിനാണെന്ന് ഇവരിവിടെ സുഖിച്ച് ജീവിച്ചിട്ട് ഈ രാജ്യത്ത് കമ്മീഷനും വാങ്ങിച്ചിട്ട് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ്. നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കാൻ പോകുന്ന, നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളെ നമ്മളൊന്ന് നോക്കി നിൽക്കണ്ടേ? രാജ്യത്തെ, ലോകത്തെ എണ്ണം പറഞ്ഞ തീവ്രവാദ സംഘടനകളുടെ പേര് നിങ്ങളൊന്ന് എടുക്കുക. ഒരൊറ്റ മതവിഭാഗത്തിൽപ്പെട്ട സംഘടനകളാണെന്ന്. ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? പകൽ പോലെ വ്യക്തമാണ് കാര്യങ്ങൾ. എന്നിട്ടും തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുന്നത് ആരെ വെളുപ്പിക്കാനും സുഖിപ്പിക്കാനുമാണ്. തീട്ടം തിന്ന് ജീവിച്ചവൻ തോട്ടിപ്പണിക്കാരനെ സേഫ് ആക്കുന്ന ഒരു തരം മാന്ത്രിക വിദ്യയാണിത്. മതമാണിത്, മത തീവ്രവാദമാണിത്. ഹിന്ദുവിന്റെയും സംഘപരിവാരങ്ങളുടെയും നെഞ്ചത്ത് കയറി പൊങ്കാലയിട്ടാൽ നിങ്ങളുടെ മതേതരത്വം പൂവണിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോവിന്ദച്ചാമിമാരെയും വേടന്മാരെയും ഒക്കെ പൊക്കിക്കൊണ്ട് നടക്കാനേ പറ്റൂ. തീവ്രവാദത്തിന് മതമില്ല എന്ന് പറഞ്ഞു വരുന്ന മതേതരന്മാരോടൊന്നും വിശദീകരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. തീവ്രവാദത്തിന് മതമുണ്ട്. തന്തയില്ലാത്തവന്മാര് ഒരു പക്ഷേ അങ്ങനെ പല ദുർവ്യാഖ്യാനങ്ങളും നടത്തിയവരിക്കും. അത് അറിയുന്നവർക്ക്, മനസ്സിലാകുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് ഭീകരത, എന്താണ് തീവ്രവാദമെന്ന്. നിങ്ങൾക്ക് വീഡിയോ ദൃശ്യം കാണിച്ചു തരാം. തീവ്രവാദത്തിന് മതമില്ല. നമുക്കപ്പോ ചില വ്യക്തികളുടെ ഫോട്ടോസ് ഒന്ന് നോക്കാം. വൈറ്റ് കോളർ ഭീകരതയൊന്നും മറക്കരുതേ. അജ്മൽ കസബ്, ഇവരൊന്നും തീവ്രവാദമില്ലാത്തവരാ. ഇവന്മാരാരും ഭീകരവാദികളല്ലാത്തവരാ. ഏറ്റവും ഒടുവിൽ ഓസ്ട്രേലിയയില് ഈ ഭീകരവാദ ആക്രമണങ്ങളിൽ പിടിക്കപ്പെട്ടതെല്ലാം അറ്റമില്ലാത്തവന്മാരായിരുന്നു. ഈ രാജ്യത്തിരുന്നിട്ട് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ കാലിൻ്റെ ഇടയിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് പബ്ലിക്കായിട്ട് പൊട്ടിത്തെറിക്കുന്നവരെക്കാൾ മാരകമായിട്ടുള്ള വിഷങ്ങളാണ്. ഓസ്ട്രേലിയയിൽ എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു തന്തയും മോനുമായിരുന്നു തീരുമാനമെടുത്തത് പൊട്ടിത്തെറിക്കാൻ. ഓസ്ട്രേലിയ പലസ്തീൻ എന്ന രാജ്യത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഐക്യം പ്രകടിപ്പിച്ചതാ. ഉടനെ പണി കിട്ടി. ജൂതന്മാർക്കെതിരെ നടന്ന ഭീകരാക്രമണം ലോകത്തിലെ ശാക്തിക ചേരികളെ എല്ലാം വല്ലാതെ നടുക്കിക്കളയുന്ന സംഭവമായി മാറിയിരിക്കുകയാണ്. ഇപ്പോ യഹോവ സാക്ഷികളുടെ ഒരു പ്രാർത്ഥനാ ചടങ്ങില് മാർട്ടിൻ അല്ലെ, അവനാണ് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് 5 സ്ഥലത്ത് സ്ഫോടക വസ്തുക്കൾ വെച്ചത്. യഹോവ സാക്ഷികളുടെ ഒരു ആഘോഷമാണ്, അവരുടെ പ്രാർത്ഥനാ ചടങ്ങായിരുന്നു. അവസാനാണ് അവൻ സാക്കിർ നായിക്കിന്റെ മാനസപുത്രനാണ് എന്ന് പിന്നീടാണ് തിരിച്ചറിയുന്നത്. സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂത ഉത്സവമായ ഹനുക്കയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ജൂതന്മാരുടെ മതപരമായ പരിപാടിക്കിടെയാണ് 2 തോക്കുധാരികൾ അക്രമികൾ അവിടെ എത്തി വെടിവെപ്പ് നടത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത്. വെടിവെപ്പിൽ 16ഓളം പേർ കൊല്ലപ്പെട്ടു. വാപ്പയും മോനും. കുറച്ചു കഴിയുമ്പോൾ അയാളുടെ ഭാര്യയും വരും. ഇവൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവളും വരും. ഇനി ഇവൻ ഏതെങ്കിലും ഒരു പൈതല് ജനിച്ചാൽ ആ പൈതലിനെയും കൊണ്ടുവരും. കാരണം എന്താ? സ്വർഗത്തിനു വേണ്ടിയാ പടച്ചോനെ ഏൽപ്പിച്ച ദൗത്യമല്ലേ. നിരവധി പേർക്ക് പരിക്കേറ്റതുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്ന ഹമാസ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അടുത്തിടെ ഓസ്ട്രേലിയയിലേക്ക് താമസം മാറിയ ഒരാളും പരിക്കേറ്റവരുടെ കൂട്ടത്തിലുണ്ട്.
ഓസ്ട്രേലിയയിൽ ഇത്തരമൊരു സംഭവത്തിന് സാക്ഷി വഹിക്കുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ലെന്നും താൻ ഇവിടെ കുടുംബത്തോടൊപ്പമായിരുന്നുവെന്നും ഇത് രക്തച്ചൊരിച്ചിലും സമ്പൂർണ്ണ കൂട്ടക്കൊലയുമാണെന്നുമാണ് മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിൽ മാരകമായി പരിക്കേറ്റ ആ ജൂതൻ പറഞ്ഞു വെച്ചത്. ജൂത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള ഒരു ആഘോഷമാണ് ഹനുക്ക. BC 2-ാം നൂറ്റാണ്ടിൽ സെല്യൂക്കസ് സാമ്രാജ്യത്തിനെതിരായ ജൂത മക്യാബർ കലാപത്തെ തുടർന്ന് ജെറുസലേമിന്റെ പുനരുദ്ധാരണത്തെയും ഇവർ കുറൂസ് നടത്താം, ആടാം, പാടാം, ഹജ്ജ് സേവ നടത്താം, യോനിക്കല്ലിൽ ചുംബിക്കാം, ഒരു കൽക്കെട്ടിടത്തെ വലം വയ്ക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ മറ്റ് മതവിഭാഗങ്ങൾ കുംഭമേള നടത്താൻ പാടില്ല. ക്രിസ്ത്യൻ വിശ്വാസികൾ അവരുടെ ആഘോഷം അനുസരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നടക്കുന്ന കേസാണോ? പണി കിട്ടിത്തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് പണിയാൻ നമുക്ക് മാത്രമല്ല അറിയുന്നത്, അവർക്കും അറിയാമെന്ന്. 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര പുസ്തകത്തിൽ ഉൽപ്പാദിപ്പിച്ച അന്യമത വിരുദ്ധതയാണ് ഇതിന് കാരണം. ജൂതവിരോധമാണ് ഇതിന് കാരണം. ഇന്ന് മുസ്ലിം പുരോഹിതന്മാർ പോലും കൃത്യമായി അത് മനസ്സിലാക്കി പ്രതികരിക്കുന്നുണ്ട്. ഓരോ മനുഷ്യരും അവരവരുടേതായിട്ടുള്ള മതവിശ്വാസങ്ങൾ ഫോളോ ജീവിച്ചു പോയി. ഒരു പ്രോബ്ലവും ഉണ്ടായിരുന്നില്ല. സ്നേഹസംവാദം പോലെയുള്ള MM അക്ബറിന്റെ വിരോധം ഉൽപ്പാദിപ്പിക്കുന്ന, വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന അത്തരം സംവാദങ്ങളിലൂടെയും പരിപാടികളിലൂടെയും മറ്റുള്ള മനുഷ്യരുടെ മതവിശ്വാസങ്ങളെ എടുത്ത് തലങ്ങും വിലങ്ങും വിമർശിക്കാൻ തുടങ്ങി. അവര് തിരിച്ചും ചെയ്യാൻ തുടങ്ങി. തിരിച്ചു ചെയ്തപ്പോൾ നമുക്ക് വേദനിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? നമ്മൾ കൊടുത്തു വാങ്ങിയതാണ് എന്ന് ഒരു ഉസ്താദ് വെടിപ്പായിട്ട് പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ? അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നത് വലിയ ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ വോട്ടർ ലിസ്റ്റ് പരിഷ്കരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിനകത്തുള്ള ട്വിസ്റ്റ് അയ്യോ പറയാതെ വയ്യാട്ടോ, വളരെ രസകരമാണ്. ഒരുപാട് ആളുകൾ SIRനെ എതിർത്തത് എന്താണ് എന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. കാരണം വോട്ടർ ലിസ്റ്റിൽ പേരില്ല. ഉടനെ തന്നെ നമ്മൾ പുറത്താക്കപ്പെടുമെന്ന് അവർക്ക് മനസ്സിലായി. ലക്ഷക്കണക്കിന് ആളുകളാണ് വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തായത്. എന്താ കാരണം? അല്ല, അവരെ പുറത്താക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടില് ആളൊന്നിന് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളൊക്കെ തലങ്ങും വിലങ്ങും ശ്രമിച്ചു. സർട്ടിഫിക്കറ്റ് പൊന്നാനിയിൽ കിട്ടും, ഏത് സർട്ടിഫിക്കറ്റും കിട്ടും. 75,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ കൊടുത്താൽ മതി. യുവക്കാക്കാമാര് അതൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് തരും. ഇപ്പോ SIRന്റെ അന്തിമ ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അതായത് SIR, ഈ നടപടികൾ ഏതാണ്ട് മുന്നോട്ട് പോകുമ്പോൾ 25,72,889 വോട്ടർമാർ പുറത്ത്. കണക്ക് ശരിയല്ലേ? ഞാൻ കണക്കിന് കുറച്ച് വീക്കാ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. 25,72,889 പേർ പുറത്ത്. അല്ലേ? ആ റോബോട്ട് തൂറിയിടുന്നത് തീട്ടമല്ല, സ്വർണമാണോ? ഓ, അത് നിറച്ചു തരാൻ ആളുണ്ടാകും അല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തുള്ള എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് മലമായിട്ട് തന്നെ പുറത്തു വരുമെന്ന. അപ്പൊ റോബോട്ടിന് സ്വർണമാണല്ലേ? കൊള്ളാലോടാ, എന്താടാ നീ തിന്നുന്നേ? ഓ, അതുപോലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? എന്ത് ചെയ്യാനടാ, നമുക്ക് അതിനൊന്നുള്ള വകയില്ല. അപ്പോ കരട് വോട്ടർ പട്ടിക 23-ന് പ്രസിദ്ധീകരിക്കും. ഒക്ടോബറില് SIRന്റെ നടപടി തുടങ്ങിയ സമയത്ത് പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകൾ 2 കോടിയായിരിക്കും. 2,78,59,855 പേരായിരുന്നു പട്ടികയിൽ ഉണ്ടാകുന്നത്. കാര്യം മനസ്സിലായില്ലേ? 2,78,59,000 സംതിങ് പേര്. പിന്നീട് അത് 2,52,86,000 മാറി. എത്ര ആയിരുന്നത്? 78 ലക്ഷമായിരുന്നത് 52 ലക്ഷമായിട്ട് മാറി.
25 ലക്ഷം വോട്ടർമാരെ കണ്ടെത്താനായില്ല എന്ന് ചീഫ് ഇലക്ഷൻ ഓഫീസർ രത്തൻ കേൽക്കർ ആണ് പറയുന്നത്. സംസ്ഥാനത്തെ SIR നടപടികൾ അവലോകനം ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേൽക്കർ. CPM-ഉം കോൺഗ്രസും ലീഗും ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികൾ അതിശക്തമായിട്ടുള്ള എതിർപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. പട്ടികയിൽ 6.44 വോട്ടർമാർ മരിച്ചു. 8.19 ലക്ഷം വോട്ടർമാർ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിയെന്ന് കണ്ടെത്തി. ഇരട്ട വോട്ടുള്ള 1.31 ലക്ഷം പേരെയാണ് ഒഴിവാക്കിയത്. 7.12 ലക്ഷം പേരുടെ വിശദാംശങ്ങൾ ലഭ്യമല്ലെന്നും കേൽക്കർ പറയുന്നു. BLOമാർക്ക് ഫോമുകൾ നൽകാത്ത വോട്ടർമാർ ഉൾപ്പെടെയാണ് വിവരങ്ങൾ ലഭ്യമല്ലാത്ത വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ടെത്താൻ സാധിക്കാത്ത വോട്ടർമാരുടെ വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും അതുവഴി ആളുകൾക്ക് അവരുടെ പേര് പരിശോധിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിവരം രാഷ്ട്രീയ പാർട്ടികളെയും അറിയിക്കും. കാസർഗോഡ്, കൊല്ലം, വയനാട് ജില്ലകളിൽ SIR പ്രക്രിയ പൂർത്തിയാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബാക്കിയുള്ള ജില്ലകളിൽ ഉടൻ തന്നെ പൂർത്തിയാകും. കഴിഞ്ഞ മാസം ആരംഭിച്ച SIR തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നീട്ടിവെച്ചതാണ്. പുറത്താക്കപ്പെടുന്നവരിൽ കൂടുതൽ തിരുവനന്തപുരത്താണ്. 4,36,857 പേര് പുറത്താണ്. തെരഞ്ഞെടുപ്പ് വെബ്സൈറ്റിലുണ്ട് കേട്ടോ, കമ്മീഷൻ വെബ്സൈറ്റിലുണ്ട്. കരട് പട്ടികയിലുണ്ടെങ്കിലും 2002 പട്ടികയുമായിട്ട് മാപ്പിംഗ് നടത്താൻ പറ്റാത്ത ആളുകൾക്ക് തെളിവ് ഹാജരാക്കാൻ നോട്ടീസ് അയക്കും. ബോധ്യപ്പെട്ടാൽ നിലനിർത്തും, അല്ലെങ്കിൽ ഒഴിവാക്കും. എന്യൂമറേഷൻ ഫോം ഡിജിറ്റൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉൾപ്പെടാൻ പറ്റാത്ത പോയ ഒരുപാട് ആളുകളുണ്ട്. അത് 71,000-ഓളം ആളുകൾ വരും. അതില് കണ്ടെത്താൻ പറ്റാത്ത ആളുകൾ മരിച്ചു പോയവരുമായിട്ടൊക്കെ ഏകദേശം 6,44,000-ഓളം ആളുകളുണ്ട് അത്രേ. അപ്പോ പുറത്തായ ആളുകളുടെ ലിസ്റ്റ് കൂടി ഒന്ന് കാണും. തിരുവനന്തപുരത്ത് 4,36,000 സംതിങ്, എറണാകുളത്ത് 3,34,000 സംതിങ്, കാസർഗോഡ് 63,000 സംതിങ്, വയനാട് 37,000, കൊല്ലത്ത് 1,68,000, മലപ്പുറത്ത് 1,79,000 സംതിങ് ഉണ്ട്, പാലക്കാട് 2 ലക്ഷം, തൃശ്ശൂര് 2,56,000, ഇടുക്കിയില് 1,28,000, കോഴിക്കോട് 1,94,000, പത്തനംതിട്ട 1,00,000 സംതിങ്, ആലപ്പുഴ 1,44,000 സംതിങ്. ഇതൊക്കെ വോട്ടർ ലിസ്റ്റിൽ ഇല്ലാത്തവരാണ് കേട്ടോ, കണ്ടെത്താൻ പറ്റിയില്ല. വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട്, ഇങ്ങനെ ആള് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നില്ല. കോട്ടയത്ത് 1,66,000, കണ്ണൂര് 89,000. വോട്ടർ പട്ടികയിൽ നിന്ന് ഇത്രയും ആളുകളെ ഒഴിവാക്കുന്നതിൽ BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. പുറത്താക്കുന്നവരുടെ പട്ടിക കൈമാറണം. പരിശോധിച്ച് ഇവരെ ഉൾപ്പെടുത്താനുള്ള നടപടികൾക്ക് കൂടുതൽ സമയം കണ്ടെത്തണം. രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമാണിത്. പട്ടികയിലെ ഇരട്ടിപ്പ് ഇപ്പോൾ കണ്ടെത്തിയതിലും കൂടുതലായിരിക്കാനാണ് സാധ്യത എന്ന് BJP പ്രതിനിധി JR പത്മകുമാർ പറഞ്ഞു. എന്യൂമറേഷൻ ഫോം തിരിച്ചു നൽകാൻ വിസമ്മതിച്ചവരുണ്ട് എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് CPM നേതാവ് MV ജയരാജൻ പറഞ്ഞു. ഒഴിവാക്കിയവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയാകണം കരട് പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടത് എന്ന് കോൺഗ്രസ് നേതാവ് MK റഹ്മാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ എത്ര പേരാണ് ഇതിനകത്ത് പുറത്തായത്, എന്താണ് അവര് പുറത്താകാനുള്ള കാരണം, ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളൊക്കെ പുറത്താക്കാന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമല്ലേ അത്? ശേഷം സമഗ്രമായ വോട്ടർ പട്ടികയുടെ പരിഷ്കാരത്തിലേക്ക് കേരളം കടന്നതോടുകൂടി ഇനി അതിന്റെ അവസാനിക്കാൻ, ആ പ്രക്രിയ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിൽ നിന്നും വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകുന്നവർ 25 ലക്ഷത്തിലധികം പേരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നൽകിയ ഫോമുകളിൽ 99.96% ഫോമുകളും തിരിച്ചെത്തി. 99.77% ഫോമുകളും ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ഏതാണ്ട് 25 ലക്ഷത്തിലധികം പേർ ഇപ്പോൾ വോട്ടർ പട്ടികയുടെ പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇതിൽ മരിച്ചവരുണ്ട്, സ്ഥിരമായി താമസം മാറിയവരുണ്ട്, മറ്റ് സ്ഥലത്ത് പേര് ചേർത്തവരുണ്ട്, അത് ഡബിളിംഗ്.
മറ്റു കാരണങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയാത്തവർ, അതായത് ഡോക്യുമെന്റ് ഇല്ലാത്തവർ, ഇല്ലെങ്കിൽ വരാത്തവർ, അങ്ങനെയുള്ളവരുണ്ട്. ആ കണ്ട വോട്ടർ പട്ടിക ഇപ്പോൾ ഉടൻ പ്രസിദ്ധീകരിക്കും. അതിനുശേഷം ഇതിൽ പരാതി ഉണ്ടെങ്കിൽ രേഖകൾ സഹിതം ഹാജരായി കഴിഞ്ഞാൽ ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ രത്തൻ ഖേക്കർ അറിയിച്ചിരിക്കുന്നു. ഇതിന്റെ ഈ കണക്ക് ഒരു വ്യക്തത ഇല്ല എന്നും കാലാവധി നീട്ടണമെന്നും ഒക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. ഏതായാലും അതിന്റെ വർത്തമാനം മുമ്പോട്ട് പോകുകയാണ്. ഡിസംബർ 15 വരെയുള്ള കണക്കനുസരിച്ച് 6,44,547 പേർ മരിച്ചവരാണ്. അതായത് പരേതാത്മാക്കളായിരുന്നു ഇതുവരെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതും പലയിടത്തും വോട്ട് ചെയ്തതും. ഇനി ആ ചടങ്ങും ആചാരവും ഉണ്ടാകില്ല. 7,11,958 പേരെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ അവർ ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന് ഈ പേരിൽ ലിസ്റ്റിലേക്ക് കയറിക്കൂടിയതായി ഇപ്പോൾ എല്ലായിടത്തും പിടുത്തം നടക്കുന്നുണ്ടെന്ന് അവർ മുങ്ങിയവരാകാം, അല്ലെങ്കിൽ അവരെവിടെയെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളവർ 7,11,000 പേരുടെ. ഒപ്പം തന്നെ താമസം മാറിപ്പോയവർ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിപ്പോയവർ 8,10,000. മർമ്മമറിഞ്ഞാണ് നരേന്ദ്രമോദി ചികിത്സ മുന്നോട്ട് വെച്ചത്. മനസ്സിലായോ? അമിത്ഷായുടെ തന്ത്രത്തിൽ വിരിഞ്ഞതാണ് അനധികൃതമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന ആളുകളെ മുഴുവനും ചവിട്ടി പുറത്താക്കണം. ഇവർക്ക് ഇലക്ഷന് ജയിച്ചാൽ മതി എന്നുള്ളതാ. അത് ജയിക്കുന്നതിനു വേണ്ടി എന്ത് തന്ത്രവും ഇവര് സ്വീകരിക്കും. ഇവർക്ക് ഒരു പ്രോബ്ലവുമില്ല. ആളൊന്നിന് 25,000 രൂപ നിരക്കില് 25,000 രൂപ നിരക്കിൽ കൊടുത്ത് വ്യാജ ആധാർ കാർഡുകള്, ID കാർഡുകള്, വോട്ടർ ID എന്തൊക്കെ വേണം എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് ആഹാ സൂപ്പർ നമുക്ക് വോട്ട് ചെയ്യുക. മമതാ ബാനർജിയെ കണ്ടില്ലേ? മുമ്പത് പറഞ്ഞെങ്കിലും പിന്നീട് അങ്ങോട്ടത് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനായി. കാരണം നമുക്കും വേണമല്ലോ ഇതൊക്കെ. നിങ്ങൾ കുരുക്കളൊക്കെ വന്ന് പൊട്ടിച്ചു ധൈര്യമായിട്ട് തെറി പറഞ്ഞാൽ അവരെ എടുത്ത് പുറത്താക്കും. വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോ ഈ തീവ്രവാദികളുടെ മതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് എന്തിനാ കുരുക്കൾ പൊട്ടുന്നത്? നിങ്ങളുടെ മതത്തിൽ തീവ്രവാദമില്ലെങ്കിൽ, നിങ്ങളുടെ തീവ്രവാദത്തിന് മതമില്ലെങ്കിൽ, ഇസ്ലാമിൽ തീവ്രവാദമില്ലെങ്കിൽ നിങ്ങൾ പേരിടത്തും മിണ്ടാതിരിക്കുക. തീവ്രവാദത്തിനു മതമുണ്ട്, തീവ്രവാദത്തിനു മതമുണ്ട്. ആ മതത്തിന്റെ പേരാണ് ഇസ്ലാം. കാരണം എന്തെന്നറിയാമോ? നിന്റെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളുടെ തലയെടുക്കണമെന്ന് ഖുർആൻ ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഇവര് പറയുന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് ഖുർആൻ. ഇനി പറയൂ അതിന് തീവ്രവാദമില്ലെന്ന്? കാശ്മീരില് മതപരമായിട്ടുള്ള യുദ്ധമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് അവര് തന്നെ പറഞ്ഞത്. ആരെ? മതരാജ്യം വാങ്ങിപ്പോയ പാക്കികൾ വരെ. കാശ്മീരിനകത്തുള്ള തീവ്രവാദികൾ വരെ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങൾക്ക് മതപരമായ രൂപത്തിൽ ഒന്നിക്കണം, അതിന് രാഷ്ട്രം. മതപരമായിട്ടുള്ള കൃത്യതയുണ്ട് ഇതിനകത്ത്. അതവര് ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ, അവരുടെ ചരിത്രങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ ഒക്കെ പറഞ്ഞു തരും. മതം പറഞ്ഞും മതം പ്രചരിപ്പിച്ചും മതം പ്രോത്സാഹിപ്പിച്ചും വളർന്നു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൃത്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറയുന്നതും അത് തന്നെയാണ്. ഇവരിതൊന്നും പറയാതെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ശരി, പഹൽഗാമിലെ ലക്ഷണമൊത്ത മതതീവ്രവാദമാണ്, ഭീകരാക്രമണമാണെന്ന് പറയാൻ കാരണം എന്താ? കലിമയും പേരുമാണ് ഇവിടുത്തെ പ്രശ്നമായത്, ലിംഗം നോക്കിയതും അല്ലെ? ഇവര് കൃത്യമായിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞൊരു പുസ്തകവും കയ്യിൽ പിടിച്ചിട്ടാണ് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തീവ്രവാദികളുടെ മതപരമായിട്ടുള്ള ലക്ഷ്യം മതതീവ്രവാദമാണ് എന്ന് പറയാൻ കാരണം. തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുന്നത് ഏത് തലയ്ക്കകത്ത് ആള് താമസമില്ലാത്ത ആളുകളാ? തീവ്രവാദികൾ തന്നെ പറയുന്നു ഞങ്ങളുടെ മതപരമായിട്ടുള്ള കർത്തവ്യമാണ് ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കലും യുദ്ധം ചെയ്യലുമെന്ന്. തീവ്രവാദത്തിന് മതമൊന്നും ഇല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നൂറ്റാണ്ടുകളായി ഈ മതം എന്താണ് എന്ന് മനസ്സിലാക്കിയ ആളുകൾ, അനുഭവിച്ച ആളുകൾ ഈ മതതീവ്രവാദത്തെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന സൗദി പോലെയുള്ള രാഷ്ട്രങ്ങളാണ് തെളിവാണ്. പാകിസ്ഥാൻ മേധാവി പറയുന്നു ഞങ്ങളും നിങ്ങളും വേറെ വേറെയാണ്, രണ്ടും രണ്ട് രാജ്യങ്ങളാണ്, രണ്ടു മതവിശ്വാസങ്ങൾ വിഭാവനം ചെയ്യുന്നവരാണ്. കാശ്മീർ ഞങ്ങളുടെ ജീവനാഡിയാണ്. അത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ
മതരാജ്യത്തിന്റെ വേർപെടുത്താനാകാത്ത അവിഭാജ്യ ഘടകമാണ്. മതമുണ്ടോ? കാശ്മീരിന് മതപരമായിട്ടുള്ള ആസാദി വേണമെന്ന് അവര് പറയുന്നത്. ബോർഡറിനപ്പുറമുള്ളവരും ഇപ്പുറമുള്ളവരും ഒരുപോലെ അത് തന്നെയാണ് വാദിക്കുന്നത്. രണ്ട് വിഭാഗവും മുസ്ലിങ്ങളാണ്. എന്നിട്ട് അവര് പറയാണ് തീവ്രവാദത്തിന് മതമില്ല. അവര് സമ്മതിക്കുന്നു, അവരെ വെള്ളപൂശുന്നവരാണ് സമ്മതിക്കാത്തത്. ആദ്യം കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കണം. എന്നിട്ടാണ് അതിനൊരു പ്രതിവിധി കാണാൻ ശ്രമിക്കേണ്ടത്. നമ്മള് ഇരകൾ ആരാണ്, വേട്ടക്കാരാരാണ് അതൊന്ന് മനസ്സിലാക്കണ്ടേ? രാഷ്ട്രീയ പ്രമുഖരും സാംസ്കാരിക നായകന്മാരുമൊക്കെ മതതീവ്രവാദത്തിനു മതമില്ല എന്ന പതിവ് പല്ലവി ആവർത്തിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തെ സുഖിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വിളിച്ചു പറയും എന്താണ് മതമെന്നും എന്താണ് മത തീവ്രവാദമെന്നും. പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒന്നും രണ്ടും അല്ല, ഏകദേശം 18 കോടി രൂപയിലധികം കേരള സർക്കാർ മദ്രസ നന്നാക്കാൻ വേണ്ടി വാരിക്കോരി കൊടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് നികുതി ഒന്നും രണ്ടും അല്ല, ഏകദേശം 18 കോടി രൂപയിലധികം കേരള സർക്കാർ 18 കോടി രൂപ എന്തിന്? ഒരു മത വിഭാഗത്തെ വളർത്താൻ, ഒരു മതവിഭാഗത്തിലെ കുട്ടിക്കാലന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ. അരിക്കും മലരിനും കുന്തിരിക്കത്തിനും വില കുറച്ച് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അവരുടെ വീടുകളിൽ ഓരോ ചാക്ക് അരിയും മലരും കുന്തിരിക്കവും ഒക്കെ സൗജന്യമായിട്ട് കൊണ്ടു കൊടുക്കാൻ സർക്കാർ വകയായിട്ട് 18 കോടി രൂപ മദ്രസയ്ക്ക് വേണ്ടി. മദ്രസ നന്നാക്കാൻ വേണ്ടി വാരിക്കോരി കൊടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് നികുതി അടയ്ക്കുന്നവരാണ് അല്ലെ? അപ്പോൾ ആ പണം നമ്മുടെ പൊതു ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ കേരളത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം 18 കോടി രൂപ സർക്കാർ മാറ്റിവെച്ച്